പോത്തൊഴിക്കാവിലേക്ക് പോവുകയാണ്. പോത്തൊഴിക്കാവിലേക്ക് പോവുകയാണ്. ഇന്ന് അവിടെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. പൂരം നടക്കുകയാണ്. അതൊക്കെ അറിയില്ല. ഇവളൊരു ഹിന്ദുവാണ്. ആരാധിക്കാൻ പോകുന്ന ഒരു വിശ്വാസം ദേവിയാണ്. എനിക്കറിയാം, ദേവിയാണെന്നറിയാം. കാവ് അമ്മയാണ് അവിടെ പ്രതിഷ്ഠ. മാന്തപുരി അമ്മ ദേവി എനിക്കറിയുന്നുണ്ട്. അമ്മ ദേവിയെ കൊന്നില്ലേ. അവിടെ പൊതുവെ ഈ നാൽക്കാലികളൊക്കെ ഇല്ലേ, കന്നുകാലികൾക്ക് അസുഖം വന്നാലൊക്കെ നമുക്കത് മാറാനൊക്കെ പ്രാർത്ഥിച്ച വേഗം അവർക്ക് അസുഖങ്ങളൊക്കെ മാറാറുണ്ട്. കന്നുകാലികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ നേർച്ച എടുക്കുന്ന സ്ഥലമാണ് അല്ലേ. കന്നുകാലികൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമാണ്. ഓക്കെ, മനസ്സിലായി. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു അല്ലേ. നമ്മുടെ കേരളീയർക്ക് ഒരു സംസ്കാരമുണ്ട്. അതിന് ഒന്നാണ് ഏത് സംസ്കാരം? ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം എന്നത് ആത്മീയമായ ഒരു ചിന്ത, അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. ഇതല്ലേ ഫസ്റ്റ് ഡേ? ഇന്നത്തെ മൺഡേ തന്നെ ഉള്ളൂ. ഇങ്ങനെ ഒരു ദിവസം തന്നെ ഉള്ളൂ. പ്രഭാതത്തിൽ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. രാവിലെ ആളുകൾ നേരത്തെ വന്നിട്ട് പായസം വെച്ചിട്ട്, അതായത് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പായസമൊക്കെ വെച്ച് ദേവിക്ക് നേദിക്കും. നിവേദം എന്നല്ലേ പറയാ, ദേവിക്ക് കൊടുക്കലേ പായസം. അപ്പൊ ഇവിടുത്തെ നിവേദം എന്ന് പറയുന്നത് ആളുകള് വ്യക്തിപരമായി ഉണ്ടാക്കിയ പായസം അതായത് ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേരത്തെ നേർച്ചിട്ടുണ്ടാവും. എനിക്ക് ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അത് സക്സസ് ആയാൽ അവരതെന്ത് ചെയ്യും? ദേവിക്ക് പായസം വെച്ച് കൊടുക്കും. വൈകിട്ട് അടിപൊളി വേലുണ്ട്, ആനകളൊക്കെ നിരന്ന്. പക്ഷെ ഇത് നമുക്ക് സ്കൂളുള്ളതുകൊണ്ടേ അത് പോസിബിൾ അല്ല. പോകല് പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. എവിടെ വണ്ടി നിർത്തുക? ഞാൻ അന്നൊരു ദിവസം ഇവിടെ നോക്കിപ്പോയി. കുറെ നടക്കാണ്ടോ? ഈ വീട്ടിൽ നിർത്താൻ സമ്മതിക്കാവോ? സമ്മതിക്കില്ല. അല്ലേ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഭാഗത്ത് സൈഡാക്കി കൂടെ. അതിന് അവിടുന്ന് ഹെൽമെറ്റ് ഇവിടെ വരിയിട്ടില്ല. ഹെൽമെറ്റ് ഇട്ട് പോകാൻ പറ്റില്ല. ഞാൻ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. എനിക്ക് കമ്മല് വേണം നിനക്ക്? വായിച്ചുതരാം. വായോ, ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചുതരാം. സമയത്തിനനുസരിച്ച് ഈ സമയം നോക്കണം. നിന്റെ അടുത്ത് അതിന് ഒരു ഫോണ് മാത്രമേ ഉള്ളൂ. മറ്റേതെടുത്തിട്ടില്ല, വിളിച്ചെടുത്തിട്ടില്ല. ആ ഫോൺ എടുത്തിട്ടുണ്ട്, പക്ഷെ ബാഗിലാണത്. ബാഗ് നിന്റെ തൊഴിലല്ലേ. ഈ കുറെ നേരം ഒന്നും ദേവിയോട് പ്രാർത്ഥിക്കണ്ട, കുറച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നാലാണ് പ്രശ്നം. അവിടെ എന്താ ക്യൂ? അവിടെ അപ്പൊ സംഭവം ശരിയാട്ടോ. ഇപ്പൊ തന്നെ തുടങ്ങിയില്ല മിൻസിയെ. വേറെ കാര്യം ഉണ്ടോ, കോപ്പിറൈറ്റ് വരും. പോത്തൊഴിക്കാവ് എന്ന് കൊടുത്താൽ കോപ്പിറൈറ്റ് വരും. പോത്തൊഴിക്കാവ് നീ പറഞ്ഞാൽ മതി, കൊടുക്കണ്ട. വേർഡ്സിൽ എഴുതണ്ട. ഈ ഫുഡ് കഴിച്ചപ്പോളെ ഞാനും കഴിച്ചിട്ട് ഒന്നും കഴിച്ചില്ല. എന്തായാലും നല്ല പ്രകൃതി ഭംഗിയാണ് അല്ലേ, ഗ്രാമത്തിന്റെ തനിമ. കുഞ്ഞാവണ സമയത്തേ ഞങ്ങളുടെ അടുത്തൊരു പൂരം ഉണ്ടായിരുന്നു. രാവിലെ മാമന്മാരിങ്ങനെ കൊണ്ടുപോകും. നല്ല തിരക്കാണ്. ക്യൂ ആണ്. ക്യൂ 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 ബിക്കോസ് ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ക്യൂ ആയിരുന്നു. നട തുറന്നു. കൂടെ ആളുകളുടെ തലയുടെ ദേവിയെ ഒന്ന് കണ്ടു. ദേവിയെ ചൂട് കണ്ടു എന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെ വെളിച്ചം മാത്രം കണ്ടു. വേഗം പോന്നു അല്ലേ. അപ്പോൾ ഇനി എനിക്ക് വേണ്ടിയിട്ട് വല്ലതും പ്രാർത്ഥിച്ചോ?